ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ ഭവനരഹിതർക്കും വീട് നൽകുക, ഭൂരഹിതരായ ആളുകൾക്ക് സ്ഥലവും വീടും നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് EMS ഭവന പദ്ധതി. പദ്ധതി 2009-2010 ആരംഭിച്ച് 2011 മാർച്ച് 31 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടുന്നത്. ഈ സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിർവഹണ കാലയളവ് 2012 മാർച്ച് 31 വരെ നീട്ടുകയായിരുന്നു. ജനറൽ വിഭാഗത്തിനും പട്ടികജാതി വിഭാഗത്തിനും യൂണിറ്റ് കോസ്റ്റ് 2 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 2.5 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ച് 2011 സെപ്റ്റംബർ മാസം മുതൽ പ്രാബല്യം നൽകി ഉത്തരവായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് പ്രകാരം EMS ഭവന പദ്ധതി പ്രകാരം 1,28,874 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. EMS സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പരിശോധിക്കാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ ഭവനരഹിതർക്കും സ്വന്തമായി വീട് നൽകുക എന്നതാണ് കേരള സർക്കാരിൻ്റെ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാമൂഹിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുക. ഭവനരഹിതരായ ആളുകൾക്ക് സാമൂഹിക സുരക്ഷയും സ്ഥിരതയും നൽകുക എന്നതാണ് EMS ഭവന പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. പദ്ധതിയുടെ ഘടകങ്ങൾ. സാധാരണയായി ഭവന പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. ഭൂമി വിതരണം. ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്നു. നിർമ്മാണ സഹായം. ഭവനം നിർമ്മിക്കുന്നതിനോ നിലവിലുള്ള ഭവനം പുനരുദ്ധാരണം ചെയ്യുന്നതിനോ ധനസഹായം നൽകുന്നത്. സാമൂഹിക സുരക്ഷാ പദ്ധതികൾ. ഭവനരഹിതരായ ആളുകൾക്ക് സാമൂഹിക സുരക്ഷയും സ്ഥിരതയും നൽകുന്നത്. വിദ്യാഭ്യാസവും ആരോഗ്യവും സംബന്ധിച്ച പിന്തുണ. ഭവനരഹിതരായ കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും ലഭ്യമാക്കുന്നത്. ഭവനരഹിതരുടെ എണ്ണം കുറയ്ക്കൽ. സംസ്ഥാനത്ത് വീടില്ലാത്ത ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് EMS പദ്ധതിയുടെ പ്രധാന ഫലം. സാമൂഹ്യ സുരക്ഷയും സ്ഥിരതയും. സ്വന്തമായൊരു ഭവനം ലഭിക്കുന്നതിലൂടെ കുടുംബങ്ങൾക്ക് സാമൂഹിക സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നു. ആരോഗ്യവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തൽ. അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്നതിലൂടെ കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. സാമ്പത്തിക സ്ഥിരത. ഭവനം ലഭിക്കുന്നതിലൂടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരതയും കൈവരിക്കാൻ സാധിക്കുന്നു. ഇതുപോലുള്ള പദ്ധതികൾ സാമൂഹികവും സാമ്പത്തികവുമായ മെച്ചപ്പെടുത്തലുകൾക്കും ഉതകുന്നതാണ്. പദ്ധതിയുടെ നിർവഹണം. EMS സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ നിർവഹണം പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ താഴെത്തട്ടിലുള്ള ഏജൻസികളിലൂടെയും പഞ്ചായത്തുകളിലൂടെയുമാണ് നടപ്പാക്കുന്നത്. പദ്ധതിയുടെ നിർവഹണത്തിൽ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഭൂമിയുടെ അളവ് തിരിച്ചിടൽ. സ്വന്തമായി ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് ഭൂമി തിരിച്ചിടുന്നതാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. വീട് നിർമ്മിക്കുന്നതിനോ പുനരുദ്ധാരണം ചെയ്യുന്നതിനോ ധനസഹായം നൽകുന്നു. തദ്ദേശ സ്ഥാപന തലത്തിലുള്ള നിർവഹണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതിയുടെ നിർവഹണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപേക്ഷകൾ ശേഖരിക്കുകയും അത് സംബന്ധിച്ച് ഏജൻസികളിലേക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. പദ്ധതി മൂല്യനിർണ്ണയം. പദ്ധതിയുടെ പുരോഗതി കാലാകാലമായി മൂല്യനിർണ്ണയം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പദ്ധതിയുടെ ഫലപ്രാപ്തിയും കാര്യക്ഷമതയും ഉറപ്പുവരുത്താനും സഹായിക്കുന്നു. സമൂഹത്തിൻ്റെ പങ്കാളിത്തം പദ്ധതിയുടെ വിജയത്തിൽ നിർണായകമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ പദ്ധതിയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും പങ്കെടുക്കുന്നു. പദ്ധതിയുടെ നിർവഹണത്തിൽ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. പദ്ധതി ആസൂത്രണം. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് പഞ്ചായത്ത് തലത്തിലാണ്. പദ്ധതി ആസൂത്രണ മാർഗരേഖകൾ പാലിച്ച് പ്രോജക്റ്റ് രേഖപ്പെടുത്തുന്നു. അവലോകന യോഗങ്ങൾ. പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിന് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും യോഗങ്ങൾ നടത്തുന്നു.